റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ലേബർ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂർധന്യാവസ്ഥയിലെത്തുന്നതിന്റെ വാർത്തകൾ ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതുതായി മുൻ MP സാറ സുൽത്താന പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. മുൻ ലേബർ പാർട്ടി നേതാവ് ജെറമി കോർബുമായി ചേർന്ന് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് അവർ പറഞ്ഞു. 2 കുട്ടികളുടെ ആനുകൂല്യ പരിധി നിലനിർത്തുവാനുള്ള സർക്കാർ നീക്കത്തെ പിന്തുണയ്ക്കാതിരുന്നതിന് 2 വർഷം അവർ ലേബർ പാർട്ടി വീപ്പ് ലംഘിച്ചിരുന്നു. കമന്ററി MP സ്ഥാനം അവർക്ക് രാജിവെക്കേണ്ടതായി വന്നു. കെയർ സ്റ്റാർമർ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സമാന ചിന്താഗതിക്കാരായ സ്വതന്ത്ര MPമാരെയും പ്രവർത്തകരെയും ഉൾപ്പെടുത്തിയാണ് പുതിയ പാർട്ടിയുടെ രൂപീകരണം. മുംബൈയും മാഞ്ചസ്റ്ററേയും ബന്ധിപ്പിക്കുന്ന ആദ്യ ദീർഘദൂര സർവീസ് ആരംഭിച്ച് ഇന്ത്യയിലെ ഏറ്റവും പുതിയ എയർലൈനായിട്ടുള്ള ഇൻഡിഗോ. ഏറ്റവും പ്രധാന ആഗോള വിപണികളെയും തമ്മിൽ മെച്ചപ്പെട്ട ബന്ധം പുലർത്തുന്നതിനായിട്ടുള്ള ഒരു സുപ്രധാന നീക്കമായി ഇതിനെ വിശേഷിപ്പിക്കാം. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള മുംബൈയും നോർത്തേൺ ഇംഗ്ലണ്ടിലെ പ്രധാന സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രമായിട്ടുള്ള മാഞ്ചസ്റ്ററും തമ്മിലുള്ള ബന്ധം ഈ പുതിയ വിമാന സർവീസ് കാരണമാകുമെന്നാണ് വിലയിരുത്തുന്നത്. ഹൈ സ്ട്രീറ്റ് കടകളിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതായി ഹള്ളിലെ നിയമവിരുദ്ധ സിഗരറ്റ് വ്യാപാരത്തെക്കുറിച്ചുള്ള BBC-യുടെ അന്വേഷണ റിപ്പോർട്ട്. പ്രാദേശിക കൺവീനിയൻസ് സ്റ്റോറുകളുടെ അടിയിൽ ആയിരക്കണക്കിന് വ്യാജ സിഗരറ്റുകളും കള്ളക്കടത്തുകളും സൂക്ഷിക്കുന്ന രഹസ്യ തുരങ്കങ്ങൾ അധികൃതർ കണ്ടെത്തി. ഇത്തരത്തിൽ നിയമവിരുദ്ധമായി സൂക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ പലപ്പോഴും ട്രാപ്പ് ഡോറുകൾക്ക് പിന്നിലും തറയുടെ അടിയിലും ആയി ഒളിപ്പിക്കും. ഇത് ഹാളിന് പുറമെ ബ്രാഡ്ഫോർഡ്, കെവൻട്രി, നോട്ടിംഗ്ഹാം തുടങ്ങിയ നഗരങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്ന ക്രിമിനൽ ശൃംഖലയാണ് കാണിക്കുന്നത്. മയക്കുമരുന്ന് കടത്ത്, മനുഷ്യക്കടത്ത്, നിയമവിരുദ്ധമായ കുടിയേറ്റം എന്നിവയുൾപ്പെടെ മറ്റു ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് നിയമവിരുദ്ധ പുകയിലെ വ്യാപാര ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുന്നത്. ബ്ലാക്ക് മാർക്കറ്റുകളിൽ ഇവ സജീവമാകുന്നതിനോടൊപ്പം ഇത് നിയമപാലകരിലും സർക്കാരുകളിലും പൊതുജനങ്ങളുടെ വിശ്വാസം ഇല്ലാതെയാക്കും. ഇനി നാട്ടിലെ വാർത്തകൾ. 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയും US ഇടക്കാല വ്യാപാര കരാറിൽ ഒപ്പുവെക്കുമെന്ന് റിപ്പോർട്ട്. വ്യാപാര കരാർ ചർച്ചയ്ക്കായി വാഷിംഗ്ടണിലെത്തിയ രാജേഷ് അഗർവാൾ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ സംഘം മടങ്ങുന്നത് നീട്ടിവെച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് മേൽ US ചുമത്തിയ തീരുവ മരവിപ്പിച്ചതിന്റെ അവസാന ദിനമായ ജൂലൈ 9 മുമ്പ് കരാറിൽ തീരുമാനത്തിലെത്തുവാനാണ് ഇന്ത്യയുടെ ശ്രമം. ജനിതക മാറ്റം വരുത്തിയ വിളകൾക്കായി ഇന്ത്യ വിപണി തുറന്നു കൊടുക്കണമെന്ന US-ന്റെ ആവശ്യം ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ രക്ഷാപ്രവർത്തനം വൈകിയതിൽ രൂക്ഷ വിമർശനവുമായി KK ശൈലജയുടെ കാലത്ത് ആരോഗ്യ ഡയറക്ടറായിരുന്ന സരിത ശിവരാമൻ. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട നിരവധി സാഹചര്യങ്ങൾ ആരോഗ്യമേഖലയിൽ ഉണ്ടായപ്പോൾ കരുത്തും ആത്മവിശ്വാസവും പകർന്ന് കൂടെ നിന്ന ജനപ്രതിനിധികളെ ഓർക്കുന്നുവെന്നാണ് സരിതയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം 152.9 കിലോമീറ്ററാണ്. എന്നാൽ ഇന്നലെ ഉണ്ടായതുപോലൊരു അപകടത്തിന് അധിക ദൂരമോ സമയമോ വേണ്ട. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആശുപത്രിയായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ദിവസവും 10,000-കണക്കിന് ജനങ്ങളാണ് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നത്. കോട്ടയത്ത് അപകടം നടന്നപ്പോഴും കിബി വഴി നിർമ്മിച്ച പുതിയ കെട്ടിടത്തെപ്പറ്റിയായിരുന്നു ഇന്നലെ ആരോഗ്യമന്ത്രി വീമ്പ് പറഞ്ഞതെങ്കിൽ തിരുവനന്തപുരത്തെ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും വേഗം കണ്ടാൽ ഒച്ചുപോലും നാണിച്ചു പോകും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പുതിയ ബഹുനില മന്ദിരങ്ങളുടെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. ആശുപത്രി നവീകരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കുമെന്ന് പ്രഖ്യാപിച്ച സർജിക്കൽ ബ്ലോക്കും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും എന്നുവരുമെന്ന കാത്തിരിപ്പിലാണ് ജനം. മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നതിന് പിന്നാലെ മന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടവർക്കെതിരെ നടപടിക്കൊരുങ്ങി CPM പാർട്ടി. ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെയും ഏരിയ കമ്മിറ്റി അംഗത്തിന്റെയും നടപടി പരിശോധിക്കുമെന്ന് ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം. മന്ത്രി പോയിട്ട് MLA ആയിരിക്കുവാൻ പോലും അർഹതയില്ലെന്നും കൂടുതൽ പറയുന്നില്ല. പറയിപ്പിക്കരുതെന്നുമാണ് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. SFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ. ഇനി കായിക വാർത്തകൾ. ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റിൽ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. മത്സരത്തിൽ 387 പന്തുകൾ നേരിട്ട ഗിൽ 269 റൺസ് എടുത്തു പുറത്തായി. ജോഷ് സ്ട്രോങ്ങിന്റെ പന്തിൽ ഒലി പോപ്പ് ക്യാച്ച് എടുത്താണ് ഗില്ലിനെ മടക്കിയത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ബർമിംഗ്ഹാമിൽ ഗിൽ സ്വന്തമാക്കിയത്. 2019 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വിരാട് കോഹ്ലി പുറത്താകാതെ നേടിയ 254 റൺസ് എന്ന റെക്കോർഡാണ് ഗിൽ പഴങ്കഥയാക്കിയത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.75 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.